നമസ്കാരം. പീഡനക്കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ കേരളം വിട്ടെന്ന നിഗമനത്തിൽ പോലീസ്. കർണാടകയിലോ തെലുങ്കാനയിലോ മാങ്കൂട്ടത്തിലുണ്ടെന്നാണ് സൂചന. ആരുമായും ഫോണിൽ പോലും ബന്ധപ്പെടുന്നില്ല. കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസ് ഭരണമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയി രാഹുലിനെ അറസ്റ്റ് ചെയ്യുക അസാധ്യമാണ്. കോയമ്പത്തൂരിൽ നിന്നും രാഹുൽ മാറിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. CCTV-യുള്ള റോഡുകൾ ഒഴിവാക്കിയാണ് രാഹുൽ പാലക്കാട് വിട്ടത്. ഒന്നിലധികം വാഹനം ഉപയോഗിച്ചുവെന്ന സൂചനയുണ്ട്. അതിനിടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ പോലീസ് നാടകമാണ് നടക്കുന്നതെന്നും ആരോപണമുണ്ട്. അതേസമയം ചുമന്ന പോളോ കാറിൽ മുങ്ങിയെന്നാണ് പോലീസ് നിഗമനം. ബുധനാഴ്ച രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ പോലീസ് റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും നാളെയുമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ശ്രമം മാത്രമാണ് പോലീസ് നടത്തുന്നത് എന്നാണ് സൂചന. രാഹുലിന്റെ സുഹൃത്തും രണ്ടാം പ്രതിയുമായ ജോബിയെ കണ്ടെത്താനും ശ്രമിക്കുന്നില്ല. യുവതിക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. അതേസമയം രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായുള്ള സംശയത്തെ തുടർന്ന് പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം തുടങ്ങി. ഇതും വെറുതെയായി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ യുവതിയുടെ പരാതിയിൽ സൈബർ ആക്രമണത്തിനെതിരെ ഓരോ ജില്ലയിലും കേസെടുക്കാൻ ADGP H. വെങ്കിടേഷിന്റെ നിർദ്ദേശം. പുറത്തുവിട്ട ചിത്രങ്ങൾ പലതും വിവാദമായതോടെ പോസ്റ്റ് ഇട്ടവർ പിൻവലിച്ചിരുന്നു. മാങ്കൂട്ടത്തിൽ MLA-യെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. രാഹുലിനെ കണ്ടെത്താൻ ഓരോ ജില്ലകളിലും പോലീസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം രാഹുലുമായി ബന്ധമുള്ള ചിലരെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനായി ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കുക. ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ പിടികൂടാനുള്ള പോലീസിന്റെ ഊർജിത നീക്കം. കേസ് അന്വേഷണത്തിനായി തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ കീഴിൽ പ്രത്യേക സംഘമുണ്ട്. ഇതിനു പുറമെ ഓരോ ജില്ലകളിലും രാഹുലിനെ കണ്ടെത്താനായി ഓരോ സംഘാംഗങ്ങളെയും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ജില്ലയിലെയും പരിശോധന. രാഹുലിനൊപ്പം കേസിലെ മറ്റൊരു പ്രതിയായ ജോബി ജോസഫിനായും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വ്യാപക പരിശോധന. രാഹുലിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും ഇന്നലെ പരിശോധന നടന്നു. പക്ഷെ ഒരിടത്തു നിന്നും ഒരു തുമ്പും കിട്ടുന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി പാലക്കാട്ടെ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയിരുന്നു പോലീസ് സംഘം.